ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ അടിപൊളിയായിട്ടുള്ള ബീഫ് ചില്ലിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി കോംബോ തന്നെയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയാന്ന് നോക്കിയാലോ. ഇതിപ്പോൾ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ബീഫാണ്. ഇതിലേക്ക് നമ്മൾ അത്യാവശ്യം നിറയെ തന്നെ 3 സ്പൂണ് കോൺഫ്ലോർ തന്നെ ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് കളർ പൊടിയാണ്. ഇത് നിർബന്ധമല്ല, ഓപ്ഷണലാണ്. ഞാനൊരു കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തു എന്ന് മാത്രം. പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലോണം കുഴച്ചെടുക്കുക. ഇങ്ങനെ കുഴച്ചപ്പോൾ കറക്റ്റായിട്ട് മിക്സായി വരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യാൻ പാടില്ല, ഓയിൽ തന്നെ എടുക്കണം. പിന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് നമ്മൾ മുറിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് കോരിയെടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്രേവി ഉണ്ടാക്കലാണ്. ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഞാൻ ബീഫ് ഫ്രൈ ചെയ്ത ഓയിൽ എടുത്തിട്ടുണ്ട് 2 ടേബിൾ സ്പൂണ്. അതിലേക്ക് ഒരു 2-3 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ടിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് 2 തരം ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. വെളുത്തുള്ളീൻ്റെ ഒപ്പം ഇഞ്ചി ചേർക്കണം എന്നുള്ളവർക്ക് ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണ് നിറയെ കോൺഫ്ലോർ എടുത്തിട്ട് അല്പം വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കപ്പിന് തന്നെ വീണ്ടും 1 കപ്പും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബീഫ് നമ്മൾ വേവിച്ച സമയത്താണ് ഉപ്പിട്ടിട്ടുള്ളത്, ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ട് വേണം ഈ ഗ്രേവിയിലേക്ക് ഉപ്പിടാൻ. കുരുമുളകും അതുപോലെ ഉപ്പും കുറച്ച് പഞ്ചസാര, നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അത്രയും പഞ്ചസാര ഇടുക. പിന്നെ കുറച്ച് കെച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. എരിവും ഉപ്പും മധുരമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ അല്പം എരിവ് കുറവാണ്. അപ്പോൾ ലേശം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. തിളച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുകിയിട്ട് നല്ല കട്ടി തോന്നിയപ്പോൾ ഞാൻ വീണ്ടും ആ 1 കപ്പിന് തന്നെ 1 കപ്പും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വന്നാൽ നമ്മൾ ഇതിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് നന്നായിട്ട് കൈയെടുക്കാണ്ട് തന്നെ ഒരു 5 മിനിറ്റ് ഇളക്കി കൊടുക്കുക. ബീഫ് ഈ ഗ്രേവിയിൽ കിടന്നിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. പിന്നെ ലേശം സ്പ്രിംഗ് ഒനിയൻ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. എൻ്റെ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. സോയ സോസും പച്ചമുളകും ഒക്കെ വേണ്ടുന്നവർക്ക് അത് ഇട്ട് കൊടുക്കുക. ഞാൻ കുട്ടികൾ കഴിക്കുന്നതുകൊണ്ട് പച്ചമുളക് ഇട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ വിഭവങ്ങളായിട്ട് പിന്നെ കാണാം. ടാറ്റാ.